പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിൻ്റെ 25-ാം ദിവസത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. മാർച്ച് 12 വ്യാഴാഴ്ച. ഇന്ന് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങളിൽ ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക കാര്യം, മറ്റു കൂടുതൽ ചോദ്യങ്ങളോ പറച്ചിലുകളോ ഒന്നുമില്ലാതെ ഈശോ വളരെ പെട്ടെന്ന് ഒരു അപേക്ഷ കിട്ടിയപ്പോൾ ഉടനെ തന്നെ അത് സാധിച്ചു കൊടുക്കുന്നു. എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഈ കുഷ്ഠരോഗി വന്ന് ഈശോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച രീതി ഈശോയെ പല കാര്യങ്ങളും മനസ്സിലാക്കിച്ചു, ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. 3 കാര്യങ്ങൾ ഈ കുഷ്ഠരോഗി വളരെ കൃത്യമായി ചെയ്തു. അത് ഈശോ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉടനെ തന്നെ സൗഖ്യം കൊടുത്തത്. ഒന്നാമത്തെ കാര്യം, അയാൾ വന്ന് ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്ന് സുവിശേഷം പറയുന്നു. ഒരു പ്രാർത്ഥനയ്ക്ക് വന്നു നിന്ന മനുഷ്യൻ്റെ ബോഡി ലാംഗ്വേജ് ഈശോ ശ്രദ്ധിച്ചു. അയാൾക്ക് ഉള്ളിലുള്ള എളിമയുടെ, ഈശോയോടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഒക്കെ പ്രകടനമായിരുന്നു ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ ഈശോ കണ്ടത്. നമ്മളും പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, നമ്മളുടേതും ഇതുപോലെ ഒരു ഐഡിയൽ, ഒരു യഥാർത്ഥ പ്രാർത്ഥനയാകണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ ബോഡി ലാംഗ്വേജാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ പോസ്റ്ററാണ്, പൊസിഷനാണ്. നമുക്ക് ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് കൈകൂപ്പി പിടിക്കാനോ, കണ്ണടച്ച് പ്രാർത്ഥിക്കാനോ, ചുറ്റുപാട് നോക്കാതെ അൾത്താരയിലേക്ക് തന്നെ ശ്രദ്ധിച്ച് പൂർണ്ണ ഏകാഗ്രതയോടുകൂടി അതിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കുന്നത് ഈ സാഷ്ടാംഗ പ്രണാമത്തിന് തുല്യമാണ്. അതുപോലെ നമ്മുടെ വസ്ത്രധാരണം, ദേവാലയത്തിനും തിരുക്കർമ്മങ്ങൾക്കും ദൈവിക കാര്യങ്ങൾക്കും യോജിച്ച രീതിയിലുള്ള ഒരു വസ്ത്രമൊക്കെ നമ്മൾ ധരിക്കുന്നത് ഈ ബോഡി ലാംഗ്വേജിനോട് ചേർന്ന് പോകുന്ന ഭാഗമാണ്. ഒന്നാമത്തെ കാര്യം, ഈ രോഗി വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് അവൻ്റെ ഹൃദയം ഈശോയുടെ മുമ്പിൽ അവൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അവൻ്റെ ആ പ്രാർത്ഥനാ വാക്കുകളാണ്. 2-ാമത്തെയും 3-ാമത്തെയും കാര്യം, അവൻ പറഞ്ഞു, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. 2-ാമത്തെ കാര്യം അവൻ്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ്, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. അവൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ്, കർത്താവെ, എനിക്ക് കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ തീരുമാനം അങ്ങേക്ക് വിടുന്നു. അങ്ങാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് സൗഖ്യം തരണമോ വേണ്ടയോ എന്ന്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ ചെയ്യേണ്ട 2-ാമത്തെ കാര്യം, നമുക്ക് പലതും ചോദിക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹത്തിൽ നിന്ന്, പക്ഷേ അത് തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആ കാര്യം ദൈവത്തിന് വിടുക. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും വലിയ ഡിമാൻഡ്സ് ആയി പോകുന്നു, വളരെ ഡിമാൻഡിങ് ആയി പോകുന്നു. എനിക്ക് ഇത് കിട്ടണം, അത് കിട്ടണം, എനിക്കത് തന്നേ പറ്റൂ, എനിക്കിത് കിട്ടിയേ തീരൂ എന്നുള്ള ശാഠ്യത്തോടെയുള്ള പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നില്ല. കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന ആ രീതിയിലായിരുന്നില്ല. അവൻ പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഇതെനിക്കത് ലഭിക്കാനിടയാകട്ടെ. ദൈവത്തിന് മനസ്സുണ്ട് എന്നാണ് ഈശോ പറയുന്ന ഉത്തരം. ആ കാര്യം ഈശോയെ സ്പർശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈശോ ഉടനെ പറയുന്നു, എനിക്ക് മനസ്സുണ്ട്. ദൈവത്തിൻ്റെ തീരുമാനത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ വിട്ടുകൊടുക്കുമ്പോൾ അത് യഥാർത്ഥ പ്രാർത്ഥനയാകുന്നു. 3-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രാർത്ഥനയുടെ 2-ാം ഭാഗമാണ്. അവൻ പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അതവൻ്റെ വിശ്വാസമാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോയ്ക്ക്, ദൈവപുത്രന്, തനിക്ക് സൗഖ്യം തരാൻ പറ്റുമെന്ന പൂർണ്ണ വിശ്വാസം അവനുണ്ട്. ഈ പൂർണ്ണ വിശ്വാസമാണ് നമുക്കും നമ്മുടെ പ്രാർത്ഥനയിൽ 3-ാമത്തെ കാര്യമായി വേണ്ടത്. ഈശോയ്ക്ക് ഈ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ ഇവൻ്റെ മനസ്സും ഇവൻ്റെ ചിന്തകളും ഇവൻ്റെ മനോഭാവവും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ അവനോട് വളരെ അനുകമ്പയോടെ, സ്നേഹത്തോടെ അവന് സൗഖ്യം കൊടുക്കുന്നു. അവൻ്റെ വിശ്വാസം ഈശോ കണ്ടു, അവൻ്റെ മനസ്സ് കണ്ടു, അവൻ വന്നു നിന്ന പ്രാർത്ഥനാ രീതിയുടെ ഭാവം കണ്ടു. അതെല്ലാം കൂടി ചേർന്നപ്പോൾ ഈശോ അവന് സൗഖ്യം കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ദൈവത്തോട് ഡിമാൻഡ് ചെയ്യാതെ തീരുമാനം ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ മനസ്സ്, അതുപോലെ ഇത് തരാൻ ദൈവത്തിന് പറ്റും, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഇത് തീർച്ചയായിട്ടും തരാൻ പറ്റുമെന്ന ആഴമേറിയ വിശ്വാസം എനിക്കുണ്ടോ? ഈ 3 കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയെയും ഒരു സാധാരണ പ്രാർത്ഥനയോ ഒരു യഥാർത്ഥ പ്രാർത്ഥനയോ ആക്കി മാറ്റും. ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം തരാതിരിക്കുന്നെങ്കിൽ അതിന് കാരണവും ഇതുതന്നെയാണ്. ഒന്നുകിൽ ദൈവം അത് തരാൻ തീരുമാനിച്ചിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിൽ ആഴമുള്ള ഒരു വിശ്വാസം കണ്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വന്ന രീതി പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായിരുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്രകാരം ഐഡിയൽ പ്രാർത്ഥനകളായി, യഥാർത്ഥ പ്രാർത്ഥനകളായി മാറട്ടെ. ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരികയും ചെയ്യട്ടെ. ആമേൻ.